മലപ്പുറം നിയമസഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾ തുറക്കാൻ കലക്ടർ നിർദ്ദേശം നൽകിയതായി UDF ചെയർമാൻ അബ്ദുൾ മജീദ്. ഉപയോഗിക്കാത്ത റിസർവ് വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂം തുറന്നു മാറ്റാനായിരുന്നു കലക്ടറുടെ നിർദ്ദേശം. UDF നേതൃത്വം പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെ കലക്ടർ തീരുമാനം മാറ്റിയെന്നും അബ്ദുൾ മജീദ് പറഞ്ഞു. ഈ കലക്ടർ ഈ ഓർഡർ ഇടാൻ ആരാണ് നിർദ്ദേശം കൊടുക്കുന്നത്? സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശമുണ്ടോ? ഞങ്ങൾ ബലമായി സംശയിക്കുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് കലക്ടർ നടത്തിയത്. ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അട്ടിമറിക്കാനുള്ള വലിയ ശ്രമമാണ് കലക്ടർ നടത്തിയത്. ഈ കലക്ടറുടെ പേരിൽ നടപടി വേണം. എവിടെയെങ്കിലും ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. ഇവരെ ആരെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഈ സ്ട്രോങ് റൂമിൽ ഈ സാധനം വെച്ച് വോട്ട് വെച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നത്? വാസ്തവത്തിൽ കലക്ടർ ഇതിന്റെ കസ്റ്റോഡിയനാണ്, അത് നമ്മൾ സമ്മതിച്ചു. പക്ഷെ ഒരു കസ്റ്റോഡിയന് ഇത് തുറക്കാനുള്ള അവകാശമുണ്ടോ? അങ്ങനെയാണ് കലക്ടർക്ക് എന്നും രാവിലെ വൈകുന്നേരം തുറന്നൂടെ? ജംഷീർ കൊടിഞ്ഞ് വിവരങ്ങളുമായി ചേരുകയാണ്. ജംഷീർ, ഈ ഉപയോഗിക്കാത്ത റിസർവ് വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമിൽ നിന്ന് തുറന്ന് മാറ്റണം എന്നുള്ളതായിരുന്നു കലക്ടറുടെ നിർദ്ദേശം എന്നാണ് പറയുന്നത്. അങ്ങനെ തുറന്നത് മാറ്റേണ്ട സാഹചര്യം നിലവിലുണ്ടോ? മാത്രമല്ല, സ്ട്രോങ് റൂം, അടച്ചിട്ട സ്ട്രോങ് റൂം പിന്നെ എന്തിനാണ് തുറക്കുന്നത്? മഹേഷ്, UDF ചെയർമാൻ ആണ് KP അബ്ദുൾ മജീദാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് ലംഘനം, നഗ്നമായ ലംഘനമാണ് ഇത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് അദ്ദേഹം ആരോപിക്കുന്നുമുണ്ട്. കാരണം വോട്ടെണ്ണൽ ദിവസം രാവിലെ മാത്രമേ സ്ട്രോങ് റൂം സാധാരണഗതിയിൽ തുറക്കാൻ പാടുള്ളൂ. പക്ഷേ കളക്ടർ പക്ഷേ ഈ സ്ട്രോങ് റൂമുകൾ തുറക്കാനായി നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് അതിന് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണോ എന്നുള്ള കാര്യം അന്വേഷിക്കണം എന്നടക്കമുള്ള കാര്യമാണ് ഇപ്പോൾ UDF ചെയർമാൻ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ കളക്ടറുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു വിശദീകരണം, അത് ഉപയോഗിക്കാത്ത റിസർവ് വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂം തുറന്ന് മാറ്റാനാണ് അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയതെന്നാണ്. മാത്രമല്ല, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഒരു സാന്നിധ്യത്തിലാണ് ഈ സ്ട്രോങ് റൂമുകൾ തുറക്കാൻ ശ്രമിച്ചത് എന്നാണ്. ഏതായാലും പ്രതിഷേധം ശക്തമായതോടുകൂടി ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്.